ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജനപ്രിയ നേടിയ പരമ്പരയിലൂടെ നമ്മൾക്ക് അടുത്തറിയാവുന്ന രണ്ട് വ്യക്തികളാണ് ശ്രീകുമാറും അതേപോലെ ബിജു സോപാനവും. ശ്രീകുമാർ ഇതിനു മുന്നേ മറിമായം എന്ന സീരീസിലൂടെ നമുക്ക് വളരെയധികം പരിചയമുള്ളതാണ്. ലോലിതൻ എന്ന കഥാപാത്രം, അതേപോലെ തന്നെ ബിജു സോപാനം അഭിനയിച്ചിട്ടുള്ള ഉപ്പും മുളകും എന്ന സീരീസിലെ അതിലൂടെയും പ്രേക്ഷകർക്കൊക്കെ വളരെ പരിചിതമാണ്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിടെ വന്നൊരു വാർത്ത സത്യത്തിൽ അതൊരു നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഒരു ലൈംഗിക ആരോപണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്കെതിരെ കേസ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പ്രമുഖ നടി ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നടന്ന ഇന്റർവ്യൂവിൽ, അത് സ്നേഹ അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ, അല്ലെങ്കിൽ നമുക്കൊക്കെ പരിചിതമായത് മണ്ടോദരി എന്ന കഥാപാത്രത്തിലൂടെയാണ് മറിമായം എന്ന സീരീസിലെ, അവര് ചില പ്രതികരണം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ശ്രീകുമാറും പ്രതികരിച്ചിരിക്കുന്നു. അപ്പൊ ആ വിഷയമാണ് നമ്മൾ റിയാക്ഷൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരിക്കും, ഒരു 2 മാസം മുമ്പൊക്കെ ഇൻഡസ്ട്രിയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ, ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത്. സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക്, അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതിയെ ശ്രീക്കെതിരെ വന്നിട്ടില്ല, അങ്ങനെ പരാതി പോലും വന്നിട്ടില്ല. ഇതാണ് ഇവർക്കെതിരെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരുന്നത്. അന്ന് ഈ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു. പ്രത്യേകിച്ച് ഈ രണ്ട് വ്യക്തികളും അതിൽ ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിലൊരു സംശയം. പിന്നെ നമ്മൾക്ക് അറിയില്ലല്ലോ ഒരു വ്യക്തി ഏത് രീതിയിൽ എങ്ങനെ പെരുമാറും എന്നുള്ള കാര്യം നമ്മൾക്ക് ആർക്കും അറിയില്ല. നമ്മൾ പുറമേ കാണുന്ന ആളുകളായിരിക്കണമെന്നില്ല അകമയുള്ളവർ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അടുത്തറിയുമ്പോൾ ഉടഞ്ഞു പോകുന്ന ബിംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമായിരിക്കുമോ എന്നുള്ളൊരു സംശയം ഈ വിഷയത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, വാർത്തകളിൽ വന്നു, ആരും സത്യം അന്വേഷിച്ചില്ല. ഇതിൻ്റെ ഒരു ബാക്ക്ലാഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ്. അതായത് ഇത്തരം പരാതികൾ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എടുക്കപ്പെടുമ്പോൾ ചില സമയത്ത് ഇതുപോലുള്ള ബാക്ക്ലാഷ്, അതായത് ഇതിൽ പ്രതികളാക്കപ്പെടുന്നവർ സത്യത്തിൽ പ്രതികളാണോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ അവർ സംശയം പോട്ടെ, അവർ തെളിയിക്കപ്പെടുന്നത് മുമ്പേ തന്നെ സമൂഹത്തിൽ അവർക്കെതിരെ ഒരു വികാരം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവർ തുടർന്ന് പറയുന്നത് കേട്ടു നോക്കാം നമുക്ക്. പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത്. ഇന്നും ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ്. അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ്. പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഈ സ്ത്രീ നിയമത്തിലെ വൈരുദ്ധ്യതയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ചില ബ്ലോഗർ, ലൈഫ് ഓഫ് അനന്തുവിന്റെ ഒരു റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു, നിയമത്തിലെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് നിയമം ഇത്തരത്തിലുള്ളത് മാറ്റി എഴുതപ്പെടണം. അത് എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംരക്ഷണം ഇരകൾക്ക് നൽകിയത് അതിനു മുന്നേ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ വിതുര കേസ് അല്ലെങ്കിൽ സൂര്യനെല്ലി കേസുകളൊക്കെ നമുക്കറിയാവുന്നൊരു വിഷയമാണ്. അതിൽ ഇരകളാക്കപ്പെട്ടവരുടെ ചിത്രങ്ങൾ, അവരുടെ വിശദ വിവരങ്ങൾ, അവരുടെ പേര്, അവരെവിടെ താമസിക്കുന്നു, കൂടുതലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യാഘാതം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിടത്ത് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരൊരു ഇടവകയിൽ ചെന്നിട്ട് ആ ഇടവകയിൽ അവരെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ സമൂഹം അവരെ മാറ്റി നിർത്തുകയും തള്ളിക്കളയും ചെയ്തൊരു അവസ്ഥ പല ഇരകളും നേരിട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിയമം ഇവർക്കൊരു സംരക്ഷണം എന്ന രീതിയിൽ ഇരകളുടെ പേരോ ഐഡന്റിറ്റിയോ ചിത്രങ്ങളോ വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള, ബ്ലർ ചെയ്ത് വേണം കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വ്യക്തമാകാത്ത രീതിയിൽ വേണം കാണിക്കാൻ. അത് ശരിയായ നടപടിയാണ്. അത് ഈ പറയുന്ന പോലെ നിയമത്തിലെ മോശമായ ഒരു സംഭവം എന്നല്ല, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം മറുവശത്തുണ്ട്. പക്ഷേ ഈ ഒരു തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് ഈ പരാതി കൊടുക്കുന്ന ആൾ ഇത് ചിത്രം കൊടുത്തുകൂടാ, പ്രതിയുടെ മാത്രം കൊടുത്താൽ മതിയോ? വേണമെങ്കിൽ മറുവശം നമ്മൾക്ക് പറയാം, ഒരാൾ പ്രതിയാക്കപ്പെടുമ്പോൾ തന്നെ അയാളുടെ ഐഡന്റിറ്റി പുറത്തു വിടരുത് എന്നുള്ളത്. അത് നിയമത്തിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു വിഷയമായിട്ട് എടുക്കാം. അയാൾ കുറ്റക്കാരനായിട്ട് വിധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ അയാളുടെ ഐഡന്റിറ്റിയോ ഫോട്ടോയോ ഒക്കെ വെളിപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൊണ്ടുവരാം. കാരണം അയാൾക്കുമുണ്ട് അല്ലെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ സ്നേഹ പറയുന്ന ഒരു വശത്തെ പരിഹരിക്കപ്പെടേണ്ട ആ ഒരു സാഹചര്യത്തിലാണ്. അതായത് സ്നേഹയ്ക്കും അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾക്കും ശ്രീകുമാറിനും എല്ലാവർക്കും വരുന്ന ആ ഒരു മനോവേദനയെ തരണം ചെയ്യേണ്ടത് പ്രതിയാക്കപ്പെടുമ്പോഴല്ല, കുറ്റക്കാരനാക്കപ്പെടുമ്പോൾ മാത്രമേ ഐഡന്റിറ്റി പുറത്തുവിടാവൂ എന്നുള്ള കാര്യം കൊണ്ടുവരുമ്പോഴാണ്. അതേസമയം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ആ ഒരു രീതി കൊണ്ടുവരാനേ പാടില്ല. പക്ഷെ ഒരു കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പുറത്തു കൊണ്ടുവരുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴും ചില പഴുതുകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് സത്യത്തിൽ ശരിയായ ഒരു കാര്യമേ അല്ല. സത്യം പറഞ്ഞാൽ നിയമങ്ങൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ. അപ്പം ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്
കൂടുതൽ എന്താ പറയാ തിരക്കുകൾ ഇവർ ഉണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട് അവർ ഇതിന്റെ പണിയെടുക്കണ്ടേ. ഇത് ഞാൻ സമയം കൊടുക്കുന്നില്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ശ്രീയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് 100% കള്ളപ്പരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം, ഈ പറയുന്നവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ വ്യാജ പരാതി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്താണ്. 1-2 പേര് വ്യാജ പരാതിയായിട്ട് വന്നു നിവിൻ പോളിക്കെതിരെ. പിന്നെ ഒരു നടി ഓരോ ദിവസവും ഓരോ നടന്മാരുടെ പേരാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് ഈ സത്യത്തിൽ ഇരകൾക്ക് ലഭിക്കുമായിരുന്ന നീതി ഇല്ലാതാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ശരിയായ ഇരകളുടെ മേലുണ്ടായിരുന്ന ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെടുന്നത്. അവിടെ പറഞ്ഞ കള്ളപ്പരാതി അല്ലേ, അത് തെറ്റായിരുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഈ പറയുന്ന ഇരയും എന്ന രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വ്യാജ പരാതിയുമായി വരുന്നവര് ഉണ്ടാക്കുന്ന ഡാമേജ് ശരിയായ ഇരകൾക്ക് നേരെയാണ്. നിവിൻ പോളിയുടെ കാര്യത്തിൽ അവർ സംസാരിച്ചു തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി. 1-2 ദിവസത്തിനുള്ളിൽ അതേ ദിവസം തന്നെ നിവിൻ പോളി പത്രസമ്മേളനം നടത്തി. പിന്നീട് ഇവരുടെ ഈ പരാതി ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവർക്കെതിരെയുള്ള സംശയം ബലപ്പെടുത്തിയത്. പക്ഷെ അതേ സാഹചര്യത്തിൽ തന്നെ സ്നേഹ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സമയം, മറ്റു വിഷയങ്ങൾ സംസാരിക്കപ്പെടേണ്ടിരുന്ന വിഷയം, ശരിയായ ഇരകളുടെ വിഷയം സംസാരിക്കേണ്ട സമയം, ഇതിനൊക്കെ ഈ വ്യാജ പരാതിക്കാർ അപഹരിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. അത് ഞങ്ങൾ തെളിയിക്കും. അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല. അതിന് 100% അതെ. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയാ നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ഒറ്റ ബലത്തിലാണ് നമ്മൾ ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അത് ഞങ്ങൾ തെളിയിക്കും. അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരും, അത് ഉറപ്പാണ്. തീർച്ചയായും വരേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു വരവ് ആവശ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൂപ്പ് ഹോള്, ഈ പ്രത്യേകിച്ച് ഈ ലൈംഗിക അതിക്രമ കേസുകൾ അല്ലെങ്കിൽ പോക്സോ പോലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ കേസിലൊക്കെ പെടുന്നവർക്ക് ആദ്യമേ തന്നെ അവർ ജയിലിലേക്ക് പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം എന്താ, അതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. നേരെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൾ കുറ്റവാളിയാണ് എന്നുള്ളൊരു ചിന്താഗതി നമ്മൾക്കുണ്ട്. പിന്നീട് ഇവരുടെ ഭാഗം ആരും കേൾക്കുന്നില്ല. ഈ കേസുകൾ തള്ളിപ്പോയി കഴിഞ്ഞാൽ തന്നെ അപൂർവമായ വിഷയങ്ങൾ മാത്രമേ പിന്നീട് ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്നേഹ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ശ്രീമാർ ചെയ്യേണ്ട കാര്യമാണ്, ബിജു സോപാനം ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു വ്യാജ പരാതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയും നിങ്ങൾ നിലവിലുള്ള കേസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ വ്യാജ പരാതികൾക്കെതിരെ കേസ് കൊടുക്കണം. മാത്രമല്ല വ്യാജ പരാതി കൊടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3 വർഷം വരെയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, തടവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലും ഞാൻ നേരത്തെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. മറുവശത്തിരിക്കുന്ന ആൾ സ്ട്രോങ് ആണ്, സ്വാധീനവും അല്പം സ്ട്രോങ്ങും ആണ്, നല്ലൊരു വക്കീലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പരാതി വരെ വ്യാജ പരാതിയായി തീരാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പരിധിയൊക്കെ വരെ 3 വർഷമാക്കി ചുരുക്കിയിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വ്യാജ പരാതിയിലൂടെ ഇരയാക്കപ്പെടുന്ന ആൾക്ക് നീതി ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ശ്രീമാറും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹവും പറയുന്നത് പരാതിയുമായിട്ട് മുന്നോട്ടും പക്ഷെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇത് ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അതുവരെ ഞങ്ങൾ ഇപ്പം കാര്യം ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്. അല്ല, വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളടുത്ത് പല ആൾക്കാരും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ്, നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും പറയുന്നില്ല, ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നില്ല. സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് 100% ഇന്ത്യൻ നിയമവ്യവസ്ഥയാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ നിയമമനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ആ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട. എനിക്ക് തോന്നുന്നു ചില കേസുകളിൽ അങ്ങനെയുണ്ട്. നമ്മൾക്ക് പ്രതികരിക്കാനുള്ള സാഹചര്യം കുറവാണ്, നമ്മളുടെ ഭാഗം പറയാനുള്ള സാഹചര്യം കുറവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇരയുടെ അവസ്ഥ നിന്നുള്ള ഐഡൻറ്റിറ്റികൾ വെളിപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾക്ക് നിയമത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് തന്നെ ഇത്തരം കേസിൽ മുന്നോട്ട് അതിലുള്ള ഇവരുടെ വിശ്വാസം അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കുറ്റവിമുക്തരായിട്ട് പുറത്തു വരട്ടെ. അതോടൊപ്പം തന്നെ വ്യാജ പരാതി കൊടുക്കുന്നതിനെതിരൊക്കെ കഠിനമായിട്ടുള്ള നടപടികളുണ്ടാകണം. ഇതിൽ തുടർന്ന് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് പ്ലേ ചെയ്യുന്നതിന് ദൈർഘ്യമുള്ള ഒരു ഭാഗമായതുകൊണ്ട്. ഈ കുറ്റമാക്കപ്പെട്ട ആള് സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കുറ്റവാളി എന്ന രീതിയിൽ തന്നെ സമൂഹം അദ്ദേഹത്തെ കണ്ടു തുടങ്ങുന്നു. ബന്ധുക്കളെ കൺവിൻസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു, സുഹൃത്തുക്കളെ കൺവിൻസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മളുടെ കയ്യിൽ നിൽക്കുന്നൊരു കാര്യമല്ല. നമ്മളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു
വട്ടത്തിലുള്ള ആളുകളെയൊക്കെ ഒരു പരിധിവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷെ അതിന് പുറത്തുള്ള ആളുകളും കാണുകയാണ്. അയാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലും ഇയാൾക്കെതിരെ ചർച്ച നടക്കും. അവിടേക്കൊന്നും ഇയാൾക്ക് അൺപ്രൂവ് ചെയ്യേണ്ട സാഹചര്യം ലഭിക്കാറില്ല. അപ്പോൾ ഏറ്റവും അടുത്ത് നടന്നൊരു കേസ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇടപ്പള്ളിയിൽ ഉള്ള ഒരു സംഭവം, കേരള ഹൈക്കോടതിയിൽ വന്നൊരു സംഭവമാണ്. 2 കസിൻസിനെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. അത് പോക്സോ വകുപ്പിലാണ് കേസ് ചുമത്തപ്പെട്ടത്. 57ഓളം ദിവസം ആ കുട്ടികൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം കോടതിക്ക് മനസ്സിലായി, അതോടൊപ്പം തന്നെ പരാതി കൊടുത്ത കുട്ടിയുടെ മാതാപിതാക്കൾ വന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്തു, വ്യാജ പരാതിയാണെന്നുള്ള കാര്യം. ആ കുട്ടിയുടെ സ്കൂളിൽ എന്തോ പ്രണയബന്ധമെന്തോ വീട്ടിൽ അറിയിച്ചതാണ് ഈ കുട്ടിക്കുണ്ടായ ട്രിഗർ, പ്രതികാര നടപടി എന്ന രീതിയിൽ പരാതി കൊടുത്തു. അപ്പോൾ കോടതി ഈ കാര്യത്തിൽ പറഞ്ഞതിൽ കുറച്ചും കൂടി സൂക്ഷ്മതയോടെ വേണം ഇത്തരം കേസുകൾ എടുക്കാൻ എന്നുള്ള കാര്യത്തിൽ. കേസുകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ റിമാൻഡ് ചെയ്യാതെ വേറെ സാഹചര്യമൊന്നുമില്ല. ഇത്തരം പരാതികൾ വരുമ്പോൾ ഇരകൾക്ക് അനുകൂലമായി തന്നെ സാഹചര്യങ്ങൾ വേണമെങ്കിൽ കൂടി ഒരു വ്യാജ പരാതിയാണെന്നുണ്ടെങ്കിൽ മറ്റയാൾക്കുണ്ടാക്കുന്ന ഡാമേജ് കൂടി പരിഗണിക്കപ്പെടണം. അതിനും കൂടെ നിയമം ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്, സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.